ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ശലോമിൻ്റെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും അവിടെ നൽകുന്ന അനുഗ്രഹങ്ങളും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഇന്ന് നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 61:2 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുവാൻ ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങയെ സ്തുതിക്കും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കുന്ന രാത്രിയാണ് പ്രിയപ്പെട്ടവരെ ഈ നൈറ്റ് വിജിലിന്റെ രാത്രി. കർത്താവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം നൽകുന്ന രാത്രിയാണ് ഈ ആരാധനയുടെ രാത്രി. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മുടെ ജീവിതങ്ങളെ ഈ രാത്രിയിൽ കർത്താവിന്റെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. നമ്മൾ എവിടെയായിരുന്നാലും, ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ ഈ രാത്രിയിൽ ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങും. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടു കൂടി കർത്താവിന്റെ മുമ്പിലായിരിക്കാം. അനേക നൈറ്റ് വിജിലുകളിൽ, അനേക ശുശ്രൂഷകളിൽ പങ്കെടുത്തവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ, ഈ ആരംഭ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ജനനം മുതൽ ജീവിതത്തിന്റെ എത്രയോ മേഖലകളിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവം എന്തുമാത്രം കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. ഒരു വേള തളർന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും, മനസ്സ് നിറയെ നിരാശയും അതുപോലെ ദുഃഖവും വേദനയും എല്ലാം തളം കെട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും, പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഇപ്പോൾ ചിന്തിച്ചു നോക്കുക. ഒരു നിമിഷം ഇപ്പോൾ കർത്താവിന്റെ മുമ്പിൽ നിന്റെ ജീവിതത്തെ ഓർത്തൊന്ന് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, ഒന്നോർക്കുക, ദൈവം നൽകിയ ഏറ്റവും വലിയൊരു ദാനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നീ നടക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കരങ്ങൾ ചലിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾ, നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഈ നിമിഷങ്ങളിൽ ഒന്ന് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഈ രാത്രിയിൽ നമ്മൾ നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അതെ, പെറ്റമ്മ മറന്നാൽ പോലും നമ്മെ മറക്കാത്ത, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നമ്മളെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മളെ തേടിയെത്തും. നമ്മുടെ കഷ്ടതയില്, വേദനയില് നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവിന്റെ വലിയ സാന്നിധ്യം, ആ കാരുണ്യമോർത്ത് നമ്മളിപ്പോൾ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക. അതോടൊപ്പം ഇന്ന് ഏത് സഹനങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, ഏത് വേദനയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും ആ വേദനയോർത്തുകൂടി ദൈവത്തിന് നന്ദി പറയുക. ആ വേദനയോർത്തുകൂടി ദൈവത്തെ സ്തുതിക്കുക. നിന്റെ ജീവിതത്തില് ഇന്ന് ഈ സ്തുതി ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ദൈവത്തെ നീ സ്തുതിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ആരംഭിക്കുമ്പോൾ, ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത മേഖലകളിലൂടെ ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് ഒരുങ്ങാം, കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങാം. സന്തോഷത്തോടുകൂടി ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ട്, ജീവിതം മുഴുവനും കർത്താവിന് കൊടുത്തുകൊണ്ട്, ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് നമുക്ക് ഈ ഗാനത്തിന്റെ വരികളിലൂടെ പാടി സ്തുതിക്കാം.
തന്റെ മകൻ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റമടുത്ത തുണയാ, സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. എല്ലാ കർത്താവിന് കൊടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും പിളർന്നിടുമൊരടി പിളരാ തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കരങ്ങൾ ഉയർത്തി, ഹൃദയം ഉയർത്തി, നമ്മെ നയിക്കുന്ന കർത്താവിന് നമുക്ക് സ്തുതികൾ അർപ്പിക്കാം, ആരാധന അർപ്പിക്കാം. എല്ലാ കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഉയരട്ടെ, എല്ലാ അധരങ്ങളും തുറക്കട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് ഓർക്കാം. കഴിഞ്ഞ രാത്രികളിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ രോഗങ്ങൾ അവിടുന്ന് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർക്കുക, അവിടുത്തെ നാമത്തെ ഒന്ന് ആരാധിക്കുക, ഒന്ന് വിളിച്ചപേക്ഷിക്കുക. അതെ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഞാനിതാ കടന്നു വരുന്നു. എന്റെ കരങ്ങൾ ഉയർത്തി ഞാൻ അങ്ങയെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയത്തിലെ കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ നാമത്തെ വിളിച്ച് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം, സ്തുതികൾ അർപ്പിക്കാം. നമ്മുടെ അധരങ്ങള് ഈ രാത്രിയിൽ കർത്താവിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ അന്തരംഗങ്ങള് കർത്താവിന്റെ നാമത്തിന് കീർത്തനം ആലപിക്കട്ടെ. അതെ, ഈ രാത്രിയിൽ അവിടെ നമ്മെ സന്ദർശിക്കും. ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നന്ദിയോടെ അവിടുത്തെ തിരുമുമ്പിൽ നമുക്ക് ഈ നിമിഷങ്ങളിലായിരിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും നമുക്ക് അവിടുത്തെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നീ എവിടെയാണെങ്കിലും, ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെങ്കിലും, ഏത് കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, ഈ ആരാധനയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഈ ആരാധനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പാടുമ്പോൾ, ഗാനം ആലപിക്കുമ്പോൾ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകും.
വിശ്വാസത്തോടുകൂടി ഈ ഗാനത്തിന്റെ വരികളിലൂടെ നമുക്ക് കടന്നു പോകാം. വലിയ സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ള ആ ഒരു അഭിമാനത്തോടു കൂടി നമുക്ക് വലിയ സന്തോഷത്തോടെ പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് ശക്തിയോടെ സന്തോഷത്തോടെ പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. വാതിലുകൾ തുറക്കും. വിശ്വാസത്തോടെ എരികോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം,
മനസ്സു തളർന്നിടുമ്പോ ശക്തിയാൽ നിറച്ചിടും. മനസ്സു തളർന്നിടുമ്പോൾ ശക്തിയാൽ നിറച്ചിടും. യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? യേശുവിൻ സ്നേഹത്തെ എങ്ങനെ ഞാൻ വർണ്ണിക്കും? ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. പരിശുദ്ധനായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം സ്തോത്രം. ശാന്തമായി നമുക്ക് അവിടുത്തെ സന്നിധിയിലിരിക്കാം. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ സ്തുതികളുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണ്. ആ ദൈവത്തെയാണ് നാം ഈ നിമിഷങ്ങളിൽ ആരാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം കേട്ട വചനം നമുക്ക് ഓർക്കാം. ഞാൻ അങ്ങയുടെ ശക്തിയും അവിടുത്തെ മഹത്വവും ദർശിക്കുവാനായിട്ട് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. ഞാൻ കരങ്ങൾ നീട്ടി അങ്ങയെ വിളിക്കും. അതെ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ കരങ്ങൾ നീട്ടണം, കരങ്ങൾ ഉയർത്തണം, ഹൃദയം ഉയർത്തണം. ഇന്ന് ദൈവത്തിൻ്റെ ദർശനം നമുക്ക് ലഭിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ഈ ഒരു ബോധ്യത്തിലൂടെ ഈ ഒരു ബോധ്യത്തോടെ നമുക്കായിരിക്കാം. നമ്മളിപ്പോൾ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ നാളുകളിൽ അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകട്ടെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടാകട്ടെ, കുഞ്ഞുങ്ങളിലുണ്ടാകട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയുടെ ഗാനം ആലപിച്ചുകൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ജപമാലയ്ക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ഷാലോം ടെലിവിഷനിൽ ശുശ്രൂഷ ചെയ്യുന്ന ജൂലി മോളാണ്. നമുക്ക് ഈ സഹോദരിയോട് ചേർന്ന് ജപമാല അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങാം.